തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകിട്ട് 5 മണിക്ക് ചേരും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. ദില്ലിയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താക്കുറിപ്പിലൂടെ ഇക്കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കുകയായിരുന്നു. രാജ്യം കാത്തിരുന്ന തെരഞ്ഞെടുപ്പിലേക്ക് തീയതികൾ ഇന്ന് പ്രഖ്യാപിക്കും എന്നുള്ള വിവരങ്ങൾ ദില്ലിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താക്കുറിപ്പാണോ പുറത്തു വന്നത്? എന്താണ് കൂടുതൽ വിവരങ്ങൾ? നിർണായകമായ വാർത്താ സമ്മേളനത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ മെസ്സേജ് അയച്ചിരിക്കുന്നു. അല്പസമയം മുമ്പാണ് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം എല്ലാ മാധ്യമപ്രവർത്തകർക്കും ലഭിച്ചത്. വൈകുന്നേരം 5 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തല്ല ഇത്തവണ വാർത്താ സമ്മേളനം നടക്കുന്നത് എന്നതാണ് ഒരു മാറ്റമായുള്ളത്. പകരം ഡൽഹിയിൽ തന്നെയുള്ള കുറച്ചുകൂടി വലിയൊരു ഹാളായ വിഗ്യാൻ ഭവനിലെ പ്ലീനറി ഹാളിൽ വെച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമ പ്രവർത്തകരെ കാണുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി ഇന്ന് പ്രഖ്യാപിക്കും എന്നാണ് ഏറ്റവും അവസാനമായി ലഭിക്കുന്ന വിവരം. കാരണം കഴിഞ്ഞ 2 ദിവസം മുമ്പ് തന്നെ ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കിയിരുന്നു. സമ്പൂർണ്ണ യോഗം ഇന്നലെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് ചേർന്നു. അതിനുശേഷമാണ് തീയതി പ്രഖ്യാപിക്കാനുള്ള വാർത്താ സമ്മേളനം വിളിക്കാൻ തീരുമാനിച്ചത്. ഇന്നിപ്പോൾ നിലവിൽ ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഇപ്രാവശ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 7 ഘട്ടമായിട്ടായിരിക്കും നടത്തുക. കഴിഞ്ഞ 2014 9 ഘട്ടമായിട്ടായിരുന്നു തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നത്. ഇത്തവണ 7 ഘട്ടമെന്നാണ്. പക്ഷെ അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. കാരണം സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് 5, 6 തീയതികളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജമ്മു കാശ്മീരിലും സന്ദർശനം നടത്തി. പുൽവാമ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായിരിക്കുന്ന സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ അവർ അന്ന് വിലയിരുത്തുകയൊക്കെ ചെയ്തിരുന്നു. ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രപതി ഭരണമാണുള്ളത്. അതുകൊണ്ട് അവിടെയും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തണം. അങ്ങനെ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൂടി ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടത്തും. ഇതിനുള്ള തീയതികളും പ്രഖ്യാപിക്കും. ആന്ധ്രാപ്രദേശ്, സിക്കിം, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ആന്ധ്രാപ്രദേശ് ആകട്ടെ, ദക്ഷിണ ഇന്ത്യയിലെത്തുമ്പോൾ ആന്ധ്രാപ്രദേശും സിക്കിം അടക്കമുള്ള സംസ്ഥാനങ്ങളുമുണ്ട്. ഇക്കാര്യത്തിൽ ഈ കേരളത്തിൽ ഒറ്റഘട്ടമായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുക. അത് ഏപ്രിൽ മധ്യത്തോടെ ആയിരിക്കും. കഴിഞ്ഞ തവണ ഏപ്രിൽ 10-നാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. വോട്ടെണ്ണൽ മെയ് 16-ഓ 17-ഓ തീയതികൾ വരാനുള്ള സാധ്യതയുമുണ്ട്. കമ്മീഷനിന്റെ നടപടിക്രമങ്ങൾ ഇന്ന് 5 മണിക്ക് എന്തായാലും പ്രഖ്യാപിക്കും. രാജ്യത്ത് ഇതിനായി വാർത്താ സമ്മേളനവും വിളിച്ചു ചേർത്തിരിക്കുന്നു. സന്തോഷ്, രാഷ്ട്രീയപരമായി കേന്ദ്ര സർക്കാരിന്റെ ഒരു നിലപാടുകൾ കൂടി പരിശോധിച്ചാൽ ഭാസുരേന്ദ്ര ബാബു കൂടി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വാർത്താ സമ്മേളനം നടത്തി തീയതികൾ പ്രഖ്യാപിക്കുമെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നത്. ഏപ്രിൽ മധ്യത്തോടെ തെരഞ്ഞെടുപ്പ് നടക്കും. മെയ് 16, 17 തീയതികളോടെ ഫലപ്രഖ്യാപനവും ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് ദില്ലിയിൽ നിന്ന് ലഭ്യമാകുന്നത്. പ്രാഥമികമായി എങ്ങനെ കാണുന്നു? അത് ഏകദേശം പ്രതീക്ഷിതമായിരുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിലെങ്കിലും ഇതുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്നുകൂടി ചില ഉദ്ഘാടനങ്ങളുണ്ട്. അതുകൊണ്ട് നാളെ തന്നെ ഉണ്ടാകും എന്നായിരുന്നു അവസാനത്തെ അനുമാനം. അത് ഇന്ന് തന്നെ വൈകുന്നേരം വെക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജോലിയൊക്കെ തീർന്നിട്ട് സൗകര്യപൂർവ്വം വെക്കാം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിചാരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ പ്രഖ്യാപിത സ്വാശ്രയത്വത്തിനപ്പുറത്ത് നരേന്ദ്രമോദിയുടെ കൈവിരൽ തുമ്പിലെ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടു. ഇതിനു മുമ്പ് ഗുജറാത്തിലായിരുന്നു അത്തരം തെളിയിക്കൽ ഉണ്ടായത്. ഇനിയിപ്പോ നമുക്ക് ഉറപ്പായിരിക്കുന്നു തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സാഹചര്യത്തിൽ അതിനകത്ത് കൂടുതൽ വ്യക്തത ഷെഡ്യൂൾ ഇന്ന് വരുന്നു. ആ ഷെഡ്യൂള് കുറച്ച് വൈകിയാണ് വന്നിരിക്കുന്നത് എങ്കിൽ പോലും അത് മെയ് 3-ാമത്തെ ആഴ്ചയോടെ എല്ലാ പ്രക്രിയയും പൂർത്തീകരിക്കും. ഫലപ്രഖ്യാപനം വരെയുള്ള പ്രക്രിയ പൂർത്തീകരിക്കും. മെയിൽ തന്നെ പുതിയ സർക്കാരിനുള്ള സാഹചര്യം ഒരുങ്ങുകയും ചെയ്യും. ധാരാളം കാര്യങ്ങൾ ഇനിയും ഉരുത്തിരിഞ്ഞ് വരാനുണ്ട്. എങ്കിലും ഇന്നത്തെ അവസ്ഥയിൽ ഇപ്പോൾ അവസ്ഥ പറയുകയാണെങ്കിൽ നമുക്കറിയാവുന്നത് മാതിരി നരേന്ദ്രമോദിയുടെ അവസ്ഥ വളരെ മോശപ്പെട്ടൊരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അതിർത്തിയിലെ പ്രശ്നങ്ങൾ അടക്കം അദ്ദേഹം ഉപയോഗിക്കാൻ ശ്രമിച്ചുവെങ്കിലും അദ്ദേഹത്തിനെതിരായി പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ള പല കാര്യങ്ങളും സജീവമായി നിലനിൽക്കുന്നു. അയോധ്യ ചീറ്റിപ്പോയി, റഫേൽ അദ്ദേഹത്തിന് നേരെ കണ്ടുപിടിച്ചു നിൽക്കുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ. നരേന്ദ്രമോദിയുടെ അവസ്ഥ അത്ര മെച്ചമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ കൈകളിലുള്ളത് എന്ന് നമുക്ക് പറയാനും കഴിയും. ശ്രീ ഭാസുരേന്ദ്ര ബാബു, അത് തന്നെയാണ് സാധാരണ നടപടിക്രമങ്ങൾക്കപ്പുറം ചില അനിശ്ചിതത്വങ്ങൾ കൂടി ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് പുൽവാമ പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു, റാഫേൽ
താങ്കൾ സൂചിപ്പിച്ചതുപോലെ അയോധ്യ സംഭവങ്ങളൊക്കെ രാഷ്ട്രീയപരമായി ഇത് മോദിക്ക് ഏത് തരത്തിൽ ഗുണം ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സമയം കൂടി പരിശോധിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് അനുകൂലമായി ചില തീരുമാനങ്ങൾ നടപടികളൊക്കെ എടുക്കുന്ന സാഹചര്യങ്ങൾ കൂടി കണ്ടിരുന്നു. തീയതി പ്രഖ്യാപനം മാറ്റിവെക്കുന്നത് അടക്കമുള്ള റാലിക്ക് സമയം നൽകുന്ന തരത്തിലേക്ക് ചില അനുകൂലമായ നടപടികൾ എടുക്കുന്ന സാഹചര്യങ്ങൾ കൂടി കണ്ടിരുന്നു. എങ്ങനെ വീക്ഷിക്കുന്നു? അല്ല, ഇത്തവണയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമീപനം പരിശോധിച്ചാൽ ഏകദേശം അങ്ങനെ തന്നെയാണ്. നമുക്കറിയാവുന്ന ഒരു 3-ാം തീയതിയോ 4-ാം തീയതിയോ ഒക്കെ പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ 10-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിക്ക് ഒരാഴ്ച കൂടി ലഭിച്ചിരിക്കുന്നു. നോക്കൂ, ഇന്നലെയാണ് അഭിനന്ദിന്റെ ചിത്രങ്ങളൊന്നും ഉപയോഗിച്ചുകൂടാ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. അത് 2013 തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തന്നെ ഒരു നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് പറഞ്ഞിരുന്നത് എങ്കിൽ പുൽവാമയ്ക്ക് ശേഷം ഈ കഴിഞ്ഞ 3 ആഴ്ച അങ്ങനെ തന്നെ തുടരുകയായിരുന്നുവല്ലോ നരേന്ദ്രമോദി. കമ്മീഷൻ ഇടപെട്ടിട്ടില്ലല്ലോ. അപ്പൊ കമ്മീഷന്റെ ഈ പക്ഷപാതിത്വത്തെ കുറിച്ച് വിവിധ കോണുകളിൽ നിന്ന് പല അഭിപ്രായങ്ങളും പൊന്തി വന്നു കഴിഞ്ഞിരിക്കുന്നു. അത് ഏറ്റുപറയുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഒന്ന്. മറ്റൊരു കാര്യം എനിക്ക് അത്ഭുതകരമായി തോന്നുന്നത് ഈ അയോധ്യ ഇഷ്യൂ ആണ് സമർത്ഥമായിട്ട് ഉന്നയിക്കണമെന്ന് അവർ വിചാരിച്ചിരുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അവർ ഉന്നയിച്ചിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചത്? അയോധ്യ ഇഷ്യൂ മുന്നേ കണ്ടിട്ട് കാര്യങ്ങൾ നീക്കണമെന്ന് പ്രതീക്ഷിച്ചതിന്റെ ഭാഗമാണ് ഫൈസാബാദിന് അയോധ്യ എന്ന നാമകരണം വരെ നമ്മുടെ യോഗി ആദിത്യനാഥ് ചെയ്തു വെച്ചത്. അത്തരം വിഷയങ്ങളിലേക്ക് വരാം ശ്രീ ഭാസ്കരേന്ദ്ര ബാബു. ഇപ്പോൾ CPM നേതാവ് MV ഗോവിന്ദ മാസ്റ്റർ കൂടി നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ ഗോവിന്ദ മാസ്റ്റർ, ഇന്ന് വൈകിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിക്കും എന്നാണ് പറയുന്നത്. വാർത്താ സമ്മേളനം വൈകിട്ട് നടക്കും. ഏപ്രിൽ മധ്യത്തോടെ തെരഞ്ഞെടുപ്പ് നടത്താനാകും എന്നുള്ള പ്രതീക്ഷകളാണ് ദില്ലിയിൽ നിന്ന് പറയുന്നത്. എങ്ങനെ കാണുന്നു കേന്ദ്ര സർക്കാരുമായും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഒരു ബന്ധം? ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തിയാൽ എങ്ങനെ നിരീക്ഷിക്കാനാകുന്നു? അല്ല, ഇതൊക്കെ മുമ്പത്തെ പോലെ ഇലക്ഷൻ കമ്മീഷൻ സ്വതന്ത്രമായി തീരുമാനമെടുത്ത് എന്നിട്ട് തീയതി നിശ്ചയിക്കുക എന്നുള്ളതെല്ലാം കുറച്ച് ആയിട്ട് പോയി. ഇപ്പോഴ് പ്രധാനമന്ത്രിയുടെ തീയതി, അദ്ദേഹത്തിന്റെ പരിപാടി ഇന്നലെ 9-ാം തീയതി വരെ നിശ്ചയിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി 9-ാം തീയതി കഴിയാതെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന പ്രശ്നമില്ല. അപ്പോൾ തീയതി പ്രഖ്യാപിക്കുന്നത് ആലോചിച്ചുകൊണ്ടാണ്, അല്ലാതെ സ്വതന്ത്രമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ അങ്ങോട്ട് തീയതി നിശ്ചയിക്കുകയാണ് എന്ന് പറയുന്നതിൽ യാതൊരു കാര്യമില്ല. അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ മുമ്പിലുള്ള സ്ഥിതി. ഈ ഭരണകൂട സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഭരണഘടനാപരമായിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളെയൊക്കെ മുമ്പത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ഏതാണ്ട് കാവ്യവൽക്കരിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചു എന്നുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും പൊതുവായിട്ട് ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെയും വിമർശനം ശരിയാണ് എന്ന് ഓരോ സന്ദർഭത്തിലും കൃത്യമായിട്ട് അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇന്ന് വൈകുന്നേരം ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നു എന്ന് വന്നാൽ സ്വാഭാവികമായിട്ടും ഏപ്രിൽ മധ്യത്തോടുകൂടി ഇലക്ഷൻ നടത്തി ആ ഇലക്ഷൻ ആരംഭിക്കാൻ പ്രയാസം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷേ എന്താണ്, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് ചിലയിടങ്ങളിൽ നടക്കേണ്ടതുണ്ട്. കാശ്മീരിലടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട സാഹചര്യങ്ങൾ കൂടിയാണ് നിലവിലുള്ളത്. ഇതുകൂടി പരിഗണിക്കുമ്പോൾ അതെ, നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും നടത്താതിരിക്കാൻ പറ്റില്ലല്ലോ, നടത്തേണ്ടി വരും. അതുകൊണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും അത്തരത്തിലുള്ള മേഖലയിൽ നടത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി അതും നേരത്തെ പറഞ്ഞതുപോലെയുള്ള എന്തെങ്കിലും രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ട് നടക്കാതിരിക്കുമെന്ന് പറയാനും പറ്റില്ല. ഒന്നും ഒരു വ്യവസ്ഥ വെച്ച് പറയാൻ സാധിക്കാത്തതാണ് നമ്മുടെ ഇന്നത്തെ ഇന്ത്യയുടെ ഒരു അവസ്ഥ. അമേരിക്കയിൽ വഴക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എങ്ങനെയാണ് ഇപ്പൊ അവർ ചിന്തിക്കുന്നത്? നിലവിൽ ഇത് സംബന്ധിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ വാർത്താ സമ്മേളനത്തിന് ശേഷമേ ലഭ്യമാവൂ. എങ്കിൽ പോലും 7 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താൻ ആണ് ഇപ്പോൾ നീക്കം നടക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. കേരളത്തിൽ ഒറ്റഘട്ടമായി ആയിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുക. എങ്കിൽ പോലും തങ്ങൾക്ക് അനുകൂലമായ തരത്തിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുകൂലമാക്കുന്ന തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യുന്ന തരത്തിൽ ഇടപെടലുകൾ നടക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകുമോ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭരണഘടനാ സ്ഥാപനങ്ങളെയൊക്കെ കേന്ദ്രം കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ
ഗോവിന്ദ മാസ്റ്റർ. അല്ല, അത് ഭരണകക്ഷിക്ക് അനുകൂലമായ സാഹചര്യം എങ്ങനെയൊക്കെ രൂപപ്പെടുത്താൻ പറ്റുമോ ആ രൂപപ്പെടുത്താനാവുന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്നുള്ളത് തന്നെയാണ് കാണേണ്ടത്. അല്ലാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വതന്ത്രമായ രീതിയിൽ നിഷ്പക്ഷമായ രീതിയിൽ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും കൈകാര്യം ചെയ്യപ്പെടുമെന്ന് വിശ്വസിക്കാനാവാത്ത നിലയിലാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നീങ്ങി വരുന്നത്. വളരെ വ്യക്തമാണ് ശ്രീ എം വി ഗോവിന്ദ മാസ്റ്റർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്. ഭാസുരേന്ദ്ര ബാബുവിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഇന്ന് വൈകിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം തീയതികൾ പ്രഖ്യാപിക്കും എന്നുള്ള വിവരങ്ങളാണ് ദില്ലിയിൽ നിന്ന് വരുന്നത്. സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള സാഹചര്യങ്ങൾ അല്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലെയുള്ള ഭരണഘടനാപരമായ സ്ഥാപനങ്ങൾക്കുള്ളത് എന്നുള്ള അഭിപ്രായങ്ങളാണ് ഇപ്പോൾ അതിഥികളായി പങ്കെടുത്ത ഭാസുരേന്ദ്ര ബാബു എം പി ഗോവിന്ദ മാസ്റ്റർ പങ്കുവച്ചത്. ദില്ലിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, 7 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ള വിവരങ്ങൾ വരുന്നു. ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കേണ്ടതുണ്ട്. പുൽവാമ പോലെയുള്ള വിഷയങ്ങൾ കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇന്ന് തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും ജോർജറ്റ്, നിരവധി പ്രശ്നങ്ങൾ ഇപ്പോഴുണ്ട്. സുരക്ഷാകാര്യമായ വിഷയങ്ങളുമുണ്ട്. ജമ്മു കാശ്മീരിലാകട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്നൊരു ആവശ്യം BJP തന്നെ ഈ കഴിഞ്ഞ ആഴ്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. കമ്മീഷൻ ഇത് അംഗീകരിക്കുമോ എന്നറിയില്ല. എന്തായാലും കമ്മീഷൻ അവിടെ സ്ഥലത്ത് സന്ദർശനം നടത്തുകയും ക്രമസമാധാന പ്രശ്നങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. മറ്റു സംസ്ഥാനങ്ങളിൽ ഈ പ്രശ്നം ബാധിച്ചിട്ടുണ്ടോ എന്നതുകൂടി അവരുടെ വിലയിരുത്തലിലുണ്ട്. അതിനുശേഷമാണ് ഒരു കൃത്യമായ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിലേക്ക് പോവുക. ഇതുകൂടാതെ മാവോയിസ്റ്റ് ഭീഷണിയുള്ള സംസ്ഥാനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ജാർഖണ്ഡ് പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അവിടുത്തെ 18 നിയമസഭാ സീറ്റുകളിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് പ്രത്യേക ഘട്ടമായിട്ടാണ്. അങ്ങനെയെങ്കിൽ ആ മേഖലകളിലെ ലോക്സഭാ സീറ്റുകളിൽ തന്നെ പ്രത്യേക ഘട്ടമായി നടത്തേണ്ടി വരും. ഇത് കൂടാതെ മറ്റ് ചില സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ദക്ഷിണ ഇന്ത്യയിൽ വരുമ്പോൾ ആന്ധ്രാപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തണം. മെയ് മാസത്തോടുകൂടി ആന്ധ്രയുടെ നിയമസഭയുടെ കാലാവധിയും കഴിയുകയാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ സിക്കിമിൽ തെരഞ്ഞെടുപ്പ് നടത്തണം. കൂടാതെ ഒഡീഷയിലും തെരഞ്ഞെടുപ്പ് നടത്തണം. അപ്പൊ ഇതിന് വിപുലമായ സുരക്ഷാ സജ്ജീകരണങ്ങൾ തന്നെ ഒരുക്കേണ്ടി വരും. വോട്ടിംഗ് മെഷീനുകൾ അടക്കം മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്ന കാര്യത്തിലൊക്കെ മുൻകരുതൽ എടുക്കേണ്ടി വരും. 2 മാസം മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും നോട്ടീസ് നൽകിയതാണ്. ഈ മാസത്തെ ആദ്യ ആഴ്ച 1-ാം തീയതിക്ക് മുമ്പ് തന്നെ ഈ ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റമൊക്കെ നടപ്പിലാക്കണം, പൂർത്തിയാക്കണം എന്നത്. സ്ഥിരമായി 3 വർഷം ഒരേ സ്ഥലത്ത് തുടരുന്നവരെ മാറ്റണം എന്നൊക്കെ അങ്ങനെ വിപുലമായ ഒരുക്കങ്ങളൊക്കെ കമ്മീഷൻ പൂർത്തിയാക്കി. ഇതിനിടയിൽ രാഷ്ട്രീയ ആരോപണങ്ങളും കമ്മീഷന് മേലുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് തീയതി നേരത്തെ തന്നെ പ്രഖ്യാപിക്കാമായിരുന്നു. അതിലേക്ക് പോകാതെ ഇത്രയേറെ വൈകുന്നതിന് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് റാലികൾ മുന്നിൽ കണ്ടാണ് എന്ന ആരോപണം ഉണ്ടായിരുന്നു. അതിൽ ആ റാലികളെല്ലാം ഇന്നലത്തോടെ പൂർത്തിയായിരിക്കുന്നു. ആ സാഹചര്യത്തിലാണ് ഇന്ന് ഞായറാഴ്ച ഒരു അവധി ദിവസമായിട്ട് കൂടി കമ്മീഷൻ തീയതി പ്രഖ്യാപനത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം മുതൽ ഇത് സംബന്ധിച്ച് പല അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് പ്രഖ്യാപിക്കുമോ ഇല്ലയോ എന്ന സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് അറിയേണ്ടത് എത്ര ഘട്ടമായിട്ടായിരിക്കും നടത്തുക എന്നത് തന്നെയാണ്. പിന്നെ മറ്റൊരു കേരളത്തിൽ എപ്പോഴായിരിക്കും എന്നത്. എന്തായാലും 17-ാം തീയതിയോടുകൂടി വോട്ട് എണ്ണി ഫലം പ്രഖ്യാപിക്കണം. ആ രീതിയിലായിരിക്കും കമ്മീഷൻ സമയക്രമമൊക്കെ നിശ്ചയിക്കുന്നത്. വ്യക്തമാണ്. ദില്ലിയിൽ നിന്ന് സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വൈകിട്ട് വാർത്താ സമ്മേളനം നടത്തി തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കും. ഏപ്രിൽ മധ്യത്തോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യതകളാണ്. 7 ഘട്ടമായി തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുമെന്നുള്ള പ്രാഥമിക വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. കേരളത്തിൽ ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നു. മെയ് 16-17 തീയതികളിലാകും വോട്ടെണ്ണൽ എന്ന തരത്തിലാണ് വാർത്തകൾ ദില്ലിയിൽ നിന്ന് വരുന്നത്. എന്നാലും ഇന്ന് വൈകിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ തെരഞ്ഞെടുപ്പ് തീയതികൾ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് ഏറ്റവും പുതിയ വാർത്ത. ദില്ലിയിൽ വൈകിട്ട് 5 മണിക്ക് വിജ്ഞാൻ ഭവനിലാണ് പ്രഖ്യാപനം ഉണ്ടാകുക. വൈകിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ മാധ്യമങ്ങളെ കണ്ട് തീയതി പ്രഖ്യാപിക്കുമെന്നുള്ള വിവരങ്ങളാണ് ദില്ലിയിൽ നിന്ന് വരുന്നത്. 7 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താനുള്ള പദ്ധതികളാണ് ഉള്ളതെന്നാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇതിനിടയിൽ സിക്കിം, ഒഡീഷ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടത്തേണ്ട സാഹചര്യങ്ങളാണ്
നിലവിൽ ഉള്ളത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വിവിധ ആരോപണങ്ങൾ കൂടി ഉയരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നാണ് രാഷ്ട്രീയപരമായ ഒരു പ്രത്യേകത. ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെ മോദി സർക്കാരിന്റെ സമ്മർദ്ദത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണെന്നുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട്. സുപ്രീം കോടതി, റിസർവ് ബാങ്ക്, CBI അടക്കമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ കേന്ദ്ര സർക്കാർ കൈയടക്കി വെച്ചിരിക്കുന്നതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും അത്തരം സമ്മർദ്ദമുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി, ആരോപണങ്ങളൊക്കെ ഉയരുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇന്ന് വൈകിട്ട് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നത്. മോദിയുടെ തെരഞ്ഞെടുപ്പ് റാലികൾ ഇന്നലെയാണ് അവസാനിച്ചത്. അതിനുശേഷം ഇന്ന് അവധി ദിനമായ ഞായറാഴ്ച തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രത്യേകതയായി കാണേണ്ടത്. ഇപ്പോൾ ഡൊമിനിക് പ്രസന്റേഷൻ കൂടി നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഇന്ന് വൈകിട്ട് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നു. വൈകിട്ട് 5 മണിക്ക് വിജ്ഞാൻ ഭവനിൽ തീയതികൾ പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നത് വൈകിയിരിക്കുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയമായി കാണാനാകുന്നത്. എങ്ങനെ നിരീക്ഷിക്കുന്നു? മോഡിക്ക് പ്രഖ്യാപിക്കാനുള്ള മുഴുവൻ പ്രഖ്യാപനം അദ്ദേഹം നടത്തിയതിനു ശേഷമാണ്. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇത് ഡേറ്റ് 10 കഴിഞ്ഞ വർഷം 5-ാം തീയതി അനൗൺസ് ചെയ്തു. അതിന് മുമ്പത്തെ മാസം 7-ാം തീയതി അനൗൺസ്, അതിന് മുമ്പത്തെ ഇലക്ഷനില്. അപ്പൊ ഇത് സത്യം പറഞ്ഞത് വളരെ വൈകിയാണത്. എനിക്ക് തോന്നുന്നു മോഡിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ എല്ലാ പ്രഖ്യാപനങ്ങളും, 2-3 ലക്ഷം കോടി രൂപയുടെ വികസനം അദ്ദേഹം ഓരോ സ്ഥലത്ത് പോയിട്ടു. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തെന്ന ആരോപണത്തിൽ മുഴുവൻ തെറ്റു പറയാനാവില്ല. ഇലക്ഷൻ കമ്മീഷൻ പോലും ഈ രീതിയിൽ നേരത്തെ പരാതി ഉണ്ടായതാണ്. ഇലക്ഷൻ വൈകിപ്പിച്ച് മോഡിയുടെ പ്രഖ്യാപനത്തിന് ശേഷമാണ് ഗുജറാത്തിൽ ഡേറ്റ് പ്രഖ്യാപിച്ചു വന്ന പരാതി ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ പോലും ഭാഗ്യത്തിനാണ് ഭരണകക്ഷിയെ സഹായിക്കുന്ന അല്ലെങ്കിൽ നിലപാട് വെക്കുന്നതിലേക്ക് പോകുന്നുള്ള വളരെ കഷ്ടമാണ്. ഇലക്ഷൻ കമ്മീഷൻ എല്ലാത്തിനും എളുപ്പമായിരിക്കണ്ടേ? ഇലക്ഷൻ കമ്മീഷൻ ഇൻഡിപെൻഡന്റ് ബോഡി, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അവര് സ്ട്രോങ് ആയിട്ട് പൊസിഷൻ എടുക്കേണ്ടതാണ്. ശേഷനെ പോലുള്ള ആൾക്കാർ അങ്ങനെ എടുത്തിട്ടുള്ളതാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഇപ്പോഴത്തെ അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതായത് ഇലക്ഷൻ കമ്മീഷൻ പോലെ ഭരണഘടനാപരമായ ഒരു സ്ഥാപനം സ്വതന്ത്രമായ നിലപാടുകൾ എടുക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ള അഭിപ്രായം തന്നെ. ഞാൻ പറഞ്ഞത്, ഞാൻ ആ പരാജയപ്പെട്ടെന്ന് വാക്കുപയോഗിക്കുന്നില്ലെങ്കിലും അവര് കുറച്ചുകൂടെ കോഷ്യസ് ആവേണ്ടതല്ലേ ഇത്? അല്ലെങ്കിൽ ഇതും ആദ്യത്തെ അല്ലല്ലോ. ഇതിനുമ്പ് സ്റ്റേറ്റ് ഇലക്ഷൻ ഒരുമിച്ച് പ്രഖ്യാപിക്കേണ്ട ഇലക്ഷൻ ഒരെണ്ണം മാറ്റി വെച്ചു. അതിന് പരാതി ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമന്ത്രിക്ക് ചില റാലിക്ക് വേണ്ടിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴേക്ക് നമുക്ക് വിശ്വാസം കുറയല്ലോ. ഒരിക്കലും ഇലക്ഷൻ കമ്മീഷൻ വിശ്വാസം നഷ്ടപ്പെടാൻ പാടില്ല, നഷ്ടപ്പെട്ടിട്ടില്ല എന്ന അഭിപ്രായം. പക്ഷെ ഇങ്ങനെ ചില ചെയ്ത് നമുക്കൊരു ചെറിയ ആശങ്ക, ചില സംശയം ഉണ്ടാവുന്നു. ഇവര് ചെയ്യുന്നത് ശരിയാണോ? അതാണ് ഞാൻ പ്രകടിപ്പിച്ചത്. അത് തന്നെയാണ് സാധാരണ ഒരു നടപടിക്രമങ്ങൾക്ക് അപ്പുറം, ഒന്ന് വൈകി എന്നുള്ളതിനപ്പുറത്തേക്ക് ചില രാഷ്ട്രീയപരമായ സാഹചര്യങ്ങൾ കൂടി രാജ്യത്ത് നിലനിൽക്കുന്ന സാഹചര്യമാണ്. പുൽവാമ പോലെയുള്ള ഒരു ഭീകരാക്രമണം രാജ്യത്ത് ഉണ്ടായിരിക്കുന്നു. ജമ്മു കാശ്മീരിലടക്കം രാഷ്ട്രപതി ഭരണം നടക്കുന്ന ഒരു ഘട്ടത്തിൽ അവിടെയും തെരഞ്ഞെടുപ്പിന് സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് റാഫേലിനെ പോലെയുള്ള അഴിമതി കേന്ദ്രത്തിനെതിരെ ഉയരുന്നു. അയോധ്യ കേസിൽ സുപ്രീം കോടതി നിർണായകമായ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ 7 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തും എന്നുള്ള പ്രാഥമിക വിവരങ്ങളാണ് വരുന്നത്. ഇതും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേൽ കേന്ദ്ര സർക്കാരിനുള്ള ഒരു ആധിപത്യം, അവർക്ക് അനുകൂലമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതകളാണോ ഉള്ളത്? അങ്ങനെ ഒരിക്കലും പാടില്ലാത്തതാണ്. ഞാൻ പറഞ്ഞറിയോ, നമ്മള് ഇലക്ഷൻ കമ്മീഷനിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്. അപ്പൊ ഇലക്ഷൻ കമ്മീഷനാണ് ഇത് ആലോചിക്കേണ്ടത്. ഒരു ആശങ്കയ്ക്കും അല്ലെങ്കിൽ ഒരു പരാതിക്ക് ഇട നൽകാതെ ചെയ്യേണ്ടിയിരുന്നു. പക്ഷെ അവരുടെ ചില പ്രവർത്തനങ്ങൾ മനഃപൂർവ്വം ഞാൻ പറയുന്നില്ല, പക്ഷെ ചില കൂട്ടി വായിക്കുമ്പോഴേക്കും ഇത് ഈ പറയുന്ന അല്ലെങ്കിൽ ഈ ആശങ്കയ്ക്ക് ചെറുതായെങ്കിലും ഒരു സ്ഥാനമില്ല എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തേണ്ടി വരും. അതിനാണ് നിരവധി ആശങ്കകൾ തന്നെ ഉണ്ട്. ഏറ്റവും പ്രത്യേകത വോട്ടിംഗ് മെഷീനെ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ ആശങ്കകൾ വോട്ടർമാർക്കിടയിൽ നിന്ന് ഇതുവരെ പൂർണ്ണമായി മാറിയിട്ടില്ല. അതിനൊരു ക്ലാരിഫിക്കേഷൻ പോലും നൽകാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു വീഴ്ചയല്ലേ? അല്ല, അത് നമുക്ക് മുഴുവൻ പറയാൻ കഴിയില്ല. അതായത് ഭരണകക്ഷി തോറ്റുണ്ടല്ലോ, അവിടെയാണ് നമ്മളിപ്പോ ഇലക്ഷൻ മെഷീനെ പറ്റി പറയുമ്പോഴേക്കും അതിനകത്ത് അത് ഇറ്റ് മേ ബി ടാപ്പർ ചെയ്യാൻ കഴിയുമെന്ന് പറയുമ്പോൾ തന്നെ അത് രണ്ടും ഉണ്ടായിട്ടുണ്ട്. ഭരണകക്ഷി വിജയിച്ചിട്ടുണ്ട്, പ്രതിപക്ഷം വിജയിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞ കാര്യം കറക്റ്റാണ്. അത് കുറച്ചുകൂടെ സാങ്കേതികമായ ഫോൾട്ട്ലെസ് ആണ്. ഒരിക്കലും
അത് ടാമ്പറിങ് കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഒരു ചുമതല കൂടി ഇലക്ഷൻ കമ്മീഷനുണ്ട്. എന്തായാലും ഒരു ചോദ്യം കൂടി, ഏപ്രിൽ മധ്യത്തോടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. കേരളത്തിൽ LDF പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. ബാക്കി മുന്നണികളൊക്കെ സ്ഥാനാർത്ഥി നിർണയം ഫൈനലൈസ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നതേ ഉള്ളൂ. കേരളത്തിൽ ഈ തീയതികൾ ഈ ഏപ്രിൽ മാസത്തോടെ വരുമ്പോൾ കേരളത്തിൽ ഇത് ഏത് തരം ആർക്ക് അനുകൂലമാകാനുള്ള സാധ്യതകളാണ് ഉള്ളത് എന്നുള്ള ഒരു വിലയിരുത്തൽ കാഴ്ചപ്പാടുണ്ടാകുമോ? ആക്ച്വലി ഇവിടെ മിക്കവാറും എല്ലാ മുന്നണികളും തയ്യാറെടുപ്പ് കഴിഞ്ഞതല്ലേ, എല്ലാവരുടെ യാത്ര കഴിഞ്ഞു, തയ്യാറെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. LDF സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു, UDFന് മിക്കവാറും നാളെ ലിസ്റ്റ് ആവും, അവിടെ ധാരണ എത്തിയിട്ടുണ്ട്. NDAയുടെ ആവുമെന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് അത് വലിയ ഒരു സ്ഥാനാർത്ഥി വരാത്തത് കൊണ്ടുള്ള ഇലക്ഷൻ വർക്കിന്റെ ഒരു കേരളത്തിൽ അത് വലിയ ഒരു കോട്ടം ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഏപ്രിൽ 21 ഈസ്റ്ററാണ്. മാത്രമല്ല ആ വരുന്ന ആഴ്ചയിൽ ഹോളി വീക്കുമാണ്. അത് കുറച്ച് അസൗകര്യം ഉണ്ടാക്കും. അപ്പൊ അറിയില്ല എപ്പോഴാണ് വരുന്നുള്ളത്. ഒന്നെങ്കിൽ ഒരു ഈസ്റ്ററിന് മുമ്പ് ഒരു 5-6 ദിവസം മുമ്പ് നടത്തേണ്ടി വരും, അല്ലെങ്കിൽ 21 ഏപ്രിൽ 21 ശേഷം നടത്തി വരും. എങ്ങനെയാ ചിന്തിക്കുന്ന അറിയില്ല. ഏതായാലും ശരി, എപ്പോ വന്നാലും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മുന്നണികളും പ്രിപ്പയർഡ് ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. വളരെ നന്ദി ഈ അവസരത്തിൽ പ്രതികരിച്ച ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ. എന്തായാലും ഇന്ന് വൈകിട്ടോടെ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുമെന്നുള്ള വിവരങ്ങളാണ് ദില്ലിയിൽ നിന്ന് വരുന്നത്. സന്തോഷിലേക്ക് ഒരിക്കൽ കൂടി ദില്ലിയിൽ. സന്തോഷ് സെലിംഗ്, വൈകിട്ട് 5 മണിക്ക് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണോ? 7 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തും എന്നുള്ള പ്രാഥമിക വിവരമാണോ? മറ്റെന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? കൂടുതൽ സൂചനകൾ? KG ദിനകർ കൂടി തിരുവനന്തപുരത്ത് നിന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. ഇന്ന് വൈകിട്ട് 5 മണിയോടെ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കും, ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നു. 7 ഘട്ടമായി രാജ്യത്താകെ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സാധ്യതകളാണ് ഉള്ളത്. ഇത് സംബന്ധിച്ച പ്രാഥമിക സൂചനകൾ മാത്രമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഏപ്രിൽ മധ്യത്തോടെ 2ാം ആഴ്ചയോടെ തെരഞ്ഞെടുപ്പ് നടത്തുകയും മെയ് 16-17 തീയതികളിൽ ഫലം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രഖ്യാപനമാകും ഉണ്ടാകുക എന്നുള്ള വിവരങ്ങളാണ് ദില്ലിയിൽ നിന്ന് വരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ KG ദിനകർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ദിനകർ, കേരളത്തിൽ ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താനുള്ള പ്രഖ്യാപനമാണ് ഉണ്ടാകുന്നത് എന്നുള്ള വിവരങ്ങളാണ് ദില്ലിയിൽ നിന്ന് ലഭ്യമാകുന്നത്. എന്താണ് കൂട്ടിച്ചേർക്കാനാകുന്നത്? ജോർജറ്റ്, തീർച്ചയായും തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം ഈ ആഴ്ച ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു രാജ്യത്തെ രാഷ്ട്രീയ കക്ഷികൾ എല്ലാവരും തന്നെ. അത് ഇന്ന് പ്രതീക്ഷിച്ച പോലെ തന്നെ ഇന്ന് വൈകിട്ട് പ്രഖ്യാപനം ഉണ്ടാകുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും ഒരു ഘട്ടമായി തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നത്. കാരണം വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ പൊതുവെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികളോ പ്രതിസന്ധികളോ കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒറ്റഘട്ടമായി തന്നെയായിരിക്കും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. 20 പാർലമെന്റ് മണ്ഡലത്തിലും ഒരു ദിവസം തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അത് ഒരുപക്ഷെ ഏപ്രിൽ 14 ശേഷമാകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. വിഷു വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ പുതുഞായർ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ക്രൈസ്തവരുടെ വിശേഷപ്പെട്ട ദിവസങ്ങൾ ഉൾപ്പെടെ വരുന്ന ഒരു സാഹചര്യം കൂടി ഏപ്രിലുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുക എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഏപ്രിൽ 14 മുൻപോ അല്ലെങ്കിൽ അതിനുശേഷമോ ആകാനുള്ള സാധ്യതയാണ് കാണുന്നത്. മെയ്യിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ്. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ കക്ഷികൾ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നും നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയും. LDF തങ്ങളുടെ സ്ഥാനാർത്ഥികളെ മുഴുവൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. LDF സ്ഥാനാർത്ഥികൾ ഒക്കെ തന്നെ പ്രചരണ രംഗത്ത് സജീവമായി കഴിഞ്ഞിരിക്കുന്നു എന്ന വസ്തുത കൂടി ഉണ്ട്. UDF ആവട്ടെ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള അവസാനവട്ട അല്ലെങ്കിൽ തത്രപ്പാടിലുമാണ്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക, സാധ്യതാ പട്ടിക തയ്യാറാക്കിക്കൊണ്ട് ദില്ലിക്ക് ഇന്ന് നേതാക്കൾ തിരിക്കും. നാളെയും മറ്റന്നാളും ചേരുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിലായിരിക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരിക. 16 മണ്ഡലങ്ങളിലേക്കാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. 8 സിറ്റിംഗ് MPമാർ ഉള്ളിടത്ത് കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തിയല്ല പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. 1-2 മണ്ഡലങ്ങളിൽ മാത്രമാണ് ഒന്നിലധികം ആളുകളുടെ പേരുകൾ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, സിറ്റിംഗ് MPമാർ ഉള്ളിടത്ത്. മറ്റ് 8 മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 സ്ഥാനാർത്ഥികളെ വീതമാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
അതേസമയം കേരള കോൺഗ്രസിലുള്ള തർക്കങ്ങൾ ഇപ്പോഴും അല്ലെങ്കിൽ തുടരുന്ന ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. RSPയുടെ സ്ഥാനാർത്ഥി പ്രേമേന്ദ്രൻ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതേസമയം അതോടൊപ്പം BJP തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ BJPക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. വളരെ മുൻപ് തന്നെ പ്രഖ്യാപിക്കും എന്നൊക്കെ അവർ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞിരുന്നുവെങ്കിലും ഫലത്തിൽ BJPക്ക് ചർച്ച എങ്ങും എത്താത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. നാളെ BJPയുടെ കോർ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ ഒരുപക്ഷേ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടാവാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം LDFും UDFും തമ്മിലുള്ള ശക്തമായ മത്സരം തന്നെയാണ് ഇത്തവണയും നടക്കുക. അത്തരം കാര്യങ്ങളിലേക്ക് വരാം. ദില്ലിയിൽ നിന്ന് ഇപ്പോൾ സന്തോഷ് കൂടി ഒരിക്കൽ കൂടി ചേരുകയാണ്. സന്തോഷ്, വൈകിട്ട് 5 മണിയോടെ തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണോ? പ്രത്യേകിച്ച് ഇന്ന് അവധി ദിവസമാണ്, ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണോ? പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണോ? എന്താണ് വിവരങ്ങൾ? ജോർജറ്റ്, ഇന്ന് രാവിലെ 10 മണിയോട് കൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്ക് വാർത്താ സമ്മേളനം അറിയിച്ചുകൊണ്ടുള്ള മെസ്സേജ് നൽകിയത്. അപ്പോൾ തന്നെ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നവരും അറിയിച്ചു. കമ്മീഷൻ എന്തായാലും ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനാണ് പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത്. കാരണം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം മുഴുവൻ കമ്മീഷൻ അംഗങ്ങളും ഹാജരായിട്ടുള്ള വാർത്താ സമ്മേളനങ്ങൾ എപ്പോഴും തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കാനാണ്. നിലവിൽ 545 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ കമ്മീഷൻ കഴിഞ്ഞ ആഴ്ച തന്നെ പൂർത്തിയാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ കമ്മീഷന് മുമ്പിൽ ഇപ്പോൾ 5 സംസ്ഥാനങ്ങളുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടത്തേണ്ടി വരും. കാരണം മെയ് മാസത്തോടു കൂടി രാജ്യത്തെ ആന്ധ്രാപ്രദേശ്, ഒഡീഷ, സിക്കിം, അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ നിയമസഭാ കാലാവധി കഴിയുകയാണ്. ഇതിൽ മറ്റൊന്നുകൂടെയുള്ളത് ജമ്മു കാശ്മീരിന്റെ അവസ്ഥയാണ്. ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ കുറെ മാസങ്ങളായി രാഷ്ട്രപതി ഭരണം നിലനിൽക്കുന്നു. അവിടെയും ഇപ്പോൾ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതാണ്. പക്ഷേ പുൽവാമ സ്ഫോടനമൊക്കെ ഉണ്ടായതുകൊണ്ട് അതിന്റെ സുരക്ഷാ പ്രശ്നങ്ങൾ വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോഴത്തെ തീയതിക്കൊപ്പം ജമ്മു കാശ്മീരിൻ്റെത് പ്രഖ്യാപിക്കുമോ എന്നത് മാത്രമേ ഒരു സംശയമായിട്ടുള്ളൂ. കഴിഞ്ഞ 4-5 തീയതികളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജമ്മു കാശ്മീരിൽ സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് കൂടി ഇതോടൊപ്പം പ്രഖ്യാപിക്കുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ BJP 2 ആഴ്ച മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഔദ്യോഗികമായി തന്നെ ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു. പക്ഷെ കമ്മീഷൻ അത് അന്ന് അംഗീകരിച്ചില്ല. പകരം രേഖാമൂലം എഴുതി നൽകാനാണ് BJPയോട് ആവശ്യപ്പെട്ടത്. BJP അത് രേഖാമൂലം എഴുതി നൽകിയിട്ടുണ്ടെങ്കിൽ അത് കമ്മീഷൻ എന്തായാലും പരിശോധിക്കും. അതിനുശേഷം ഒരു തീരുമാനം അറിയിക്കും. ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി ഇക്കാര്യത്തിൽ ഒരു വ്യക്തത കമ്മീഷൻ വരുത്തും. കമ്മീഷൻ ഇത്തവണ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനായി വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്ന വേദിയും ശ്രദ്ധേയമാണ്. വിഗ്യാൻ ഭവനിലാണ് നടത്തുന്നത്. സാധാരണ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡൽഹിയിലെ ആസ്ഥാനത്ത് തന്നെയാണ് വാർത്താ സമ്മേളനം നടത്താറുള്ളതെങ്കിൽ ഇത്തവണ അത് മാറ്റി വിഗ്യാൻ ഭവനിലേക്ക് മാറ്റിയിരിക്കുന്നു. വിഗ്യാൻ ഭവൻ കുറച്ച് കൂടുതൽ മാധ്യമപ്രവർത്തകരെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ഹാള് കൂടിയാണ്. അതുകൊണ്ടായിരിക്കാം അങ്ങോട്ട് മാറ്റിയിരിക്കുന്നത്. എന്തായാലും ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തിന് പുറത്ത് കമ്മീഷൻ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനുള്ള വാർത്താ സമ്മേളനം നടത്തുന്നത്. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളുടെയും നിയമസഭാ ഒരുക്കങ്ങൾ കമ്മീഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പുള്ള ഒരുക്കങ്ങൾ കമ്മീഷൻ വിലയിരുത്തി. എല്ലാ സംസ്ഥാനങ്ങളും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും അതാത് റിപ്പോർട്ടുകൾ സമർപ്പിച്ചു. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഈ ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റവും പുനർക്രമീകരണവും ഒക്കെ പൂർത്തിയാക്കിയ റിപ്പോർട്ടുകളും കമ്മീഷൻ പരിശോധിച്ചു. അതിനുശേഷമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലേക്ക് നീളുന്നത്. 2014 തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ 9 ഘട്ടമായിട്ടാണ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് നടത്തിയത്. മെയ് 16-ാം തീയതി വോട്ടെണ്ണുകയും ചെയ്തു. വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത്തവണ അങ്ങനെ 9 ഘട്ടമായിട്ട് നടത്തുമോ എന്ന് സംശയമുണ്ട്. കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 9 ഘട്ടമായി തെരഞ്ഞെടുപ്പ് അന്ന് നടത്തിയത്. ഇത്തവണ അത് 7 ഘട്ടമായി ചുരുങ്ങും എന്നാണ് ചില വൃത്തങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യം. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നത്തിൽ ക്രമസമാധാന പ്രശ്നം വലിയൊരു ഇഷ്യൂ തന്നെയാണ്. പ്രത്യേകിച്ച് മാവോയിസ്റ്റ് ഭീഷണിയുണ്ട്. കാശ്മീർ മേഖലയാകട്ടെ, അരുണാചൽ പ്രദേശ്, കാശ്മീർ, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ട് ആർമി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ മറ്റ് സംസ്ഥാനങ്ങളോടൊപ്പം തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സാഹചര്യം കുറവാണ്. അതുകൊണ്ട് ഈ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായി ഒരു ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തിയേക്കും. അങ്ങനെയാണെങ്കിൽ ഘട്ടം വീണ്ടും കൂടാനുള്ള ഒരു സാധ്യതയുമുണ്ട്. എന്തായാലും എല്ലാ വോട്ടെണ്ണലും മെയ് 16 മുമ്പ് നടത്തുവാനാണ് സാധ്യത. മെയ് 23 പുതിയ സർക്കാർ അധികാരമേൽക്കണം. അതിനുള്ള സമയക്രമമാണ് കമ്മീഷൻ ഇന്ന് നിശ്ചയിച്ച് പ്രഖ്യാപിക്കുക. വ്യക്തമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തീയതികൾ
ഇന്ന് പ്രഖ്യാപിക്കും. വിവരങ്ങളാണ് ദില്ലിയിൽ നിന്ന് സന്തോഷ് സെർലിൽ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ ഇന്ന് പ്രഖ്യാപിക്കും. വൈകിട്ട് 5 മണിക്ക് വിജ്ഞാൻ ഭവനിലാണ് പ്രഖ്യാപനം. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ ഇത് സംബന്ധിച്ച് രാവിലെ വാർത്താക്കുറിപ്പ് മാധ്യമങ്ങൾക്ക് കൈമാറുകയായിരുന്നു. ഏറെ വൈകിയാണ് തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുന്നത് എന്ന ആരോപണങ്ങൾ കൂടി നിലനിൽക്കുന്നു. എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് KG ദിനകർ ചേരുകയാണ്. KG ദിനകർ, തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം കൂടി വരുന്നതോടെ സംസ്ഥാനം പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് എത്തുകയാണ്. വാദപ്രതിവാദങ്ങളും രാഷ്ട്രീയ നിരീക്ഷണങ്ങളും ഒപ്പം തന്നെ തങ്ങളുടെ ആരോപണങ്ങൾ പ്രതിയോഗികളോടുള്ള ജനങ്ങളോട് പറയാനുള്ള വാഗ്ദാനങ്ങളൊക്കെ പറയാൻ കഴിയും. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമൊക്കെ നിലവിൽ വരും. എങ്ങനെയാകും ഇനിയുള്ള ദിവസങ്ങളിൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം, തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ മുന്നേറുക? ജോർജറ്റ്, ഒരുപക്ഷെ മുൻകാലങ്ങളിൽ കാണാത്ത ഒരു തെരഞ്ഞെടുപ്പ് വീറും വാശിയുമായിരിക്കും ഇത്തവണത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വിവിധ വിഷയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സംസ്ഥാനത്ത് എമ്പാടും ചൂടേറിയ ചർച്ചകൾ മാസങ്ങൾക്ക് മുൻപ് തന്നെ ആരംഭിച്ചിരുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് LDFും UDFും ഒപ്പം NDAയും തെരഞ്ഞെടുപ്പ് രംഗത്ത് വാശിയേറിയ പോരാട്ടത്തിന് തയ്യാറെടുത്ത് കഴിഞ്ഞു. അതിൽ ഒരുപടി മുൻപിൽ LDF എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന സവിശേഷത കൂടിയുണ്ട്. സ്ഥാനാർത്ഥികളെ LDF പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. 20 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സ്ഥാനാർത്ഥികൾ തങ്ങളുടെ പ്രചരണവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. UDF ആവട്ടെ തങ്ങളുടെ സാധ്യതാ പട്ടികയുമായി ഇന്ന് ദില്ലിക്ക് തിരിക്കും. കോൺഗ്രസ് നേതാക്കൾ ദില്ലിക്ക് തിരിക്കും. മുസ്ലിം ലീഗിൻ്റെയും അതോടൊപ്പം RSPയുടെയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ ഇപ്പോഴും തുടരുക തന്നെ ചെയ്യുന്നു. അതേസമയം 16 മണ്ഡലങ്ങളിലേക്കാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുക. അതിൽ 8 സിറ്റിംഗ് MP-മാരാണ് ഉള്ളത്. അതിൽ ഭൂരിപക്ഷം ആളുകളും മത്സരരംഗത്തുണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് ഏതാണ്ട് 8 സീറ്റുകളിലേക്ക് 2 പേരുടെ വീതം പട്ടികയാണ് തയ്യാറാക്കിയിട്ടുള്ളത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഉമ്മൻചാണ്ടിയും അതോടൊപ്പം തന്നെ KC വേണുഗോപാലും ഉൾപ്പെടെ VM സുധീരൻ ഉൾപ്പെടെയുള്ളവർ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. അത് ഹൈക്കമാൻഡ് ആയിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം NDA പരിശോധിക്കുകയാണെങ്കിൽ 15 സീറ്റിലാണ് BJP മത്സരിക്കുന്നത്. 4 സീറ്റിൽ BDJSും 1 സീറ്റിൽ കേരള കോൺഗ്രസ് PC തോമസ് വിഭാഗവും മത്സരിക്കുന്നു. തുഷാർ വെള്ളാപ്പള്ളി കൂടി മത്സര രംഗത്തേക്ക് എത്തുകയാണെങ്കിൽ 1 സീറ്റ് കൂടി BDJSന് നൽകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. BJP തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടിക ചർച്ച എങ്ങും പൂർത്തിയായിട്ടില്ല, എങ്ങും എത്തിയിട്ടില്ല എന്ന വസ്തുത കൂടിയുണ്ട്. നാളെ കോർ കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ട് സാധ്യതാ പട്ടിക തയ്യാറാക്കും. പിന്നീട് ദില്ലിയിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയം അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസിന്റെയും ഒപ്പം BJPയുടെയും സ്ഥാനാർത്ഥി പട്ടിക ഒരുപക്ഷെ 2-3 ദിവസത്തിനകം പുറത്തിറങ്ങും എന്നാണ് നമുക്ക് കരുതാൻ കഴിയുക. എന്തായാലും ജോർജറ്റ് ചൂണ്ടിക്കാട്ടിയതുപോലെ സൂചിപ്പിച്ചതുപോലെ കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അമർന്നു കഴിഞ്ഞിരിക്കുന്നു. പരമാവധി 40 ദിവസമായിരിക്കും കേരളത്തിൽ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയുള്ള സമയം ലഭിക്കുക എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് മാർച്ച് 10, ഒരുപക്ഷെ ഏപ്രിൽ 20-നുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെ പരമാവധി 40 ദിവസമായിരിക്കും പ്രചരണത്തിന് വേണ്ടി കേരളത്തിൽ സമയം ലഭിക്കുക എന്നുകൂടി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വാശിയേറിയ പോരാട്ടം തന്നെയായിരിക്കും നടക്കുക. കാരണം കഴിഞ്ഞ തവണ 12-8 ആയിരുന്നു. 12 UDFനും 8 സീറ്റ് LDFനുമായിരുന്നു. അതിൽ നിന്നും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ചില അഭിപ്രായ സർവേകൾ LDFന് ചില മുൻതൂക്കം ലഭിക്കും എന്ന് വ്യക്തമാകുന്നു. 10 മുതൽ 12 വരെ സീറ്റുകൾ LDFന് ലഭിക്കും എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അത് LDF സർക്കാർ, സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിയിട്ടുണ്ട്. അത് വോട്ടായി മാറും എന്ന പ്രതീക്ഷയാണ് LDFന് ഉള്ളത്. അതേസമയം UDFനാവട്ടെ UDF ചൂണ്ടിക്കാട്ടുന്നത് സർക്കാരിൻ്റെ 1000 ദിനങ്ങൾ ദുർദിനങ്ങൾ ആയിരുന്നു എന്നാണ് UDF ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം ദേശീയ തലത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ എത്തേണ്ടതിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് UDF രംഗത്ത് ഉള്ളത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് അനുകൂലമാകും എന്നാണ് UDF ചൂണ്ടിക്കാട്ടുന്നത്. BJP ആവട്ടെ ശബരിമല വിഷയം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകാനുള്ള ചർച്ചാ വിഷയമാക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ് BJPയും NDAയും ഉള്ളത്. അതുകൊണ്ട് തന്നെ വാശിയേറിയ പോരാട്ടമായിരിക്കും കേരളത്തിൽ നടക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇപ്പോൾ ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പ്രഖ്യാപിക്കുമ്പോൾ, വോട്ടെടുപ്പ് ദിനങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിൽ ഒറ്റഘട്ടമായി തന്നെ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അത് ദില്ലിയിൽ നിന്നും സന്തോഷം അക്കാര്യം പങ്കുവയ്ക്കുകയും ചെയ്തു. എന്തായാലും LDFും UDFും NDAയും തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി കഴിഞ്ഞിരിക്കുന്നു. UDFിൻ്റെയും ഒപ്പം NDAയുടെയും കൂടി സ്ഥാനാർത്ഥികൾ എത്തിക്കഴിഞ്ഞാൽ കേരളം
തെരഞ്ഞെടുപ്പ് ചൂടിൽ അമരും. അത് തന്നെയാണ് ഇപ്പോൾ ദിനകർ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ വിഷയങ്ങൾ കേരളത്തിലും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഉണ്ട്. LDF സർക്കാർ ഭരണ നേട്ടങ്ങൾ ഉയർത്തി കാണിക്കുന്നു. ഒപ്പം തന്നെ BJPയുടെ മതനിരപേക്ഷ നിലപാടിനോട് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രവൃത്തികളൊക്കെ തെരഞ്ഞെടുപ്പിൽ ഉയരും. പ്രത്യേകിച്ച് കേരളത്തിൽ ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ വോട്ടായി മാറുന്ന ക്യാമ്പയിന്റെ ഭാഗമായി മാറുന്ന ഒരു സാഹചര്യം. സ്ഥാനാർത്ഥി നിർണയം BJPക്ക് ഇതുവരെ പൂർണ്ണമായിട്ടില്ല എന്നൊരു സാഹചര്യങ്ങൾ കൂടി നിലനിൽക്കുന്നു. മത്സര ചിത്രത്തിൽ തിരുവനന്തപുരം മണ്ഡലമാണ് ഇപ്പോൾ ഏകദേശം ഒരു സ്ഥാനാർത്ഥികളെ പറ്റിയെങ്കിലും ഒരു പൂർണ്ണമായ ഒരു ധാരണയിലേക്ക് വന്നത്. മറ്റു മണ്ഡലങ്ങളിൽ ഒന്നും പൂർണ്ണതോതിൽ സ്ഥാനാർത്ഥികൾ ആരൊക്കെ മത്സരിക്കും, LDFന് ഒഴികെയുള്ള മറ്റ് സ്ഥാനാർത്ഥികളെ പോലും കൃത്യമായി അതിന്റെ ഒരു വിവരങ്ങൾ ഇതുവരെ പുറത്തു വരാത്ത ഒരു സാഹചര്യം. ശബരിമല പോലെയുള്ള വിഷയങ്ങൾ ഇത് കേരളത്തിൽ തെരഞ്ഞെടുപ്പിനെ ഏത് നിലയിലാണ് സ്വാധീനിക്കുക? BDJSന്റെ അടക്കമുള്ള നിലപാടുകളുണ്ട്. മാണി കോൺഗ്രസിൽ ജോസഫ് തെറ്റി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത്. ഇത്തരം രാഷ്ട്രീയ ഘടകങ്ങൾ കൂടി നോക്കുമ്പോൾ എങ്ങനെ കാണുന്നു ജോർജറ്റ്? സ്വാഭാവികമായും പൊതു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ദേശീയ വിഷയങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുക, ചർച്ച ചെയ്യപ്പെടുക. അതോടൊപ്പം ലോക്സഭാ മണ്ഡലത്തിലെ വികസന വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. LDFനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ കഴിഞ്ഞ സിറ്റിംഗ് MPമാരിൽ 6 പേർ വീണ്ടും മത്സരരംഗത്ത് ഉണ്ട്. ഒരാളൊഴികെ മറ്റ് എല്ലാവരും മത്സരരംഗത്ത് ഉണ്ട് എന്ന സാഹചര്യം കൂടിയുണ്ട്. അത് തീർച്ചയായും LDFനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ MPമാർ, തങ്ങളുടെ അംഗങ്ങൾ നല്ല രീതിയിൽ മണ്ഡലത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന കൂടിയാണ്, അല്ലെങ്കിൽ വ്യക്തമായ തെളിവുകൾ കൂടിയാണ് അത് എന്നതിന് സംശയമില്ല. അവരുടെ പ്രവർത്തന മികവ് LDFന് മുതൽക്കൂട്ടാകും എന്ന് തന്നെയാണ് LDF പൊതുവെ വിലയിരുത്തിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ സ്ഥാനാർത്ഥികളെ തന്നെ CPM രംഗത്ത് ഇറക്കിയിട്ടുള്ളത്. അതോടൊപ്പം മറ്റ് സ്ഥാനാർത്ഥികളെയും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെയാണ് LDF ഇത്തവണ രംഗത്ത് ഇറക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ LDF ഒരുപടി മുന്നിൽ, തെരഞ്ഞെടുപ്പ് രംഗത്ത്, പ്രചരണ രംഗത്ത് ഒരുപടി മുന്നിലെത്താനും LDFന് കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം UDF ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫെബ്രുവരി 20-നകം തെരഞ്ഞെടുപ്പുമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നായിരുന്നു KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവരുടെ കേരള യാത്ര തുടങ്ങുന്ന സമയത്ത് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ അതിൽ നിന്നും ഏതാണ്ട് 20 ദിവസങ്ങൾക്ക് ശേഷവും അവർക്ക് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഗ്രൂപ്പ് വഴക്കും മറ്റ് പടലപ്പിണക്കങ്ങളും ഒക്കെ ഉണ്ട്. അതുതന്നെയാണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ. ഇന്ന് വൈകിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുമെന്നുള്ള വിവരങ്ങൾ ദില്ലിയിൽ നിന്ന് വരുന്നു. LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിലും UDF BJP മുന്നണികൾ ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്ത ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ദില്ലിയിൽ നിന്ന് സന്തോഷ് ഒരിക്കൽ കൂടി ചെയ്യുകയാണ്. സന്തോഷ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ ഒപ്പം തന്നെ ചിലയിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കേണ്ടതുണ്ട്. കേരളത്തിലടക്കം മഞ്ചേശ്വരം അടക്കമുള്ളിടത്ത് ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട്. എന്താണ് ലഭ്യമാകുന്ന പ്രാഥമിക വിവരങ്ങൾ? ജോർജറ്റ്, ആസാം, അരുണാചൽ പ്രദേശ്, ആസാമല്ല, സിക്കിം, അരുണാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ നിയമസഭാ കാലാവധിയാണ് മെയ് മാസത്തോടെ പൂർത്തിയാകുന്നത്. ഇതോടൊപ്പം തന്നെ ജോർജറ്റ് ചൂണ്ടിക്കാണിച്ചതുപോലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പുകളും നടത്തേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ 3-4 മാസമായി MLA-മാരോ ഇല്ലാത്ത നിരവധി നിയമസഭാ സീറ്റുകളും ലോക്സഭാ സീറ്റുകളുമുണ്ട്. ആ ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റുകളിലേക്ക് കൂടി നിയമസഭകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തണം. അപ്പൊ കമ്മീഷൻ അതിനുള്ള സമയക്രമം കൂടി സ്വാഭാവികമായി നിശ്ചയിക്കും. കാരണം ഇതിനു മുമ്പൊക്കെ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അങ്ങനെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൊതുവായി നടത്തുമ്പോൾ തന്നെ സ്വാഭാവികമായും മറ്റ് സംസ്ഥാന നിയമസഭകളിലേക്കുള്ള ഒഴിവുകൾ കൂടി ഇതോടൊപ്പം നികത്തി പോവുകയാണ് പതിവ്. ലോക്സഭയുടെ കാലാവധിയാകട്ടെ ജൂൺ 3-ാം തീയതി കഴിയുന്നു. ഇതുപ്രകാരം മെയ് അവസാന വാരത്തോടു കൂടി തന്നെ പുതിയ സർക്കാർ അധികാരത്തിലേറ്റേ മതിയാവുകയുള്ളൂ. കഴിഞ്ഞ 2014 സമയക്രമം നമ്മൾ നോക്കിയാൽ ഇപ്പോൾ മാർച്ച് 5-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത്. ഇപ്പോൾ മാർച്ച് 10 ആയിരിക്കുന്നു. അതായത് തീയതി പ്രഖ്യാപിക്കുന്നത് അല്പം വൈകിയിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. ഈ മാസം അവസാനത്തോടുകൂടി അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യ വാരത്തോടു കൂടിയോ ആദ്യഘട്ട വോട്ടെടുപ്പിലേക്ക് കടക്കുകയും വേണം.
തുടർന്ന് മെയ് ലാസ്റ്റോടുകൂടി വോട്ടെണ്ണി ഫലം പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് പോകണം. ഇപ്പോൾ തന്നെ സമയം വൈകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് നിരവധി രാഷ്ട്രീയ ആരോപണങ്ങൾ ദേശീയ തലത്തിൽ ഉയർന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് റാലികൾ അവസാനിക്കുന്നതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാത്തിരുന്നു എന്നതാണ് ഒരു ആരോപണമായി ഉയരുന്നത്. അത് ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ അവിടെ നീക്കമെന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നലെയോടുകൂടി നരേന്ദ്രമോദിയുടെ ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള റാലികൾ പൂർത്തിയായി എന്ന് മാത്രമല്ല ചില ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കേന്ദ്ര പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ഇനി അദ്ദേഹം പുതിയ പദ്ധതികളോ പുതിയ ഉദ്ഘാടനമോ പ്രധാനമന്ത്രി ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിലേക്ക് കമ്മീഷൻ പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ആരോപണം ശരിയാണെന്ന് തെളിയിക്കുന്നു ഇന്ന് വാർത്താ സമ്മേളനം നടത്തുന്നതിലൂടെ. കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ദീർഘമായ ഒരു പ്രവർത്തനത്തിലേക്ക് നീങ്ങേണ്ടി വരുന്നു. രാജ്യത്ത് മൊത്തം ഏകദേശം 10 ലക്ഷത്തോളം പോളിംഗ് ബൂത്തുകളെങ്കിൽ പോലും ഒരുക്കേണ്ടി വരും. 543 ലോക്സഭാ സീറ്റുകളുള്ള അതിൽ ഈ കാശ്മീർ, അരുണാചൽ പ്രദേശ്, പഞ്ചാബ് ആകട്ടെ അതീവ പ്രാധാന്യമുള്ള സംസ്ഥാനങ്ങൾ. നിലവിൽ പുൽവാമക്ക് സ്ഫോടനം ഉണ്ടായതുകൊണ്ട് തന്നെ ഈ 3 സംസ്ഥാനങ്ങളിലും വ്യോമ മേഖലയിലടക്കം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അതീവ സുരക്ഷിതത്വം പാലിക്കണം. ജമ്മു കാശ്മീർ നിയമസഭ പിരിച്ചുവിട്ടിട്ട് മാസങ്ങളായിരിക്കുന്നു. കഴിഞ്ഞ 2018 നവംബറോട് കൂടിയാണ് നിയമസഭ പിരിച്ചുവിട്ടത്. അപ്പോൾ പുതിയ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തണം. ആ തെരഞ്ഞെടുപ്പ് നടത്തുമോ ഇല്ലയോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ഏക അനിശ്ചിതത്വമുള്ളത്. നടത്തണ്ട എന്ന് പല രാഷ്ട്രീയ പാർട്ടികളും കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. കാരണം സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് എന്നതുകൊണ്ട്. വിഘടനവാദികൾക്കെതിരെ വളരെ ശക്തമായ നടപടികൾ കാശ്മീരിൽ നടക്കുന്നുണ്ട്. നേരത്തെ ഹുറിയത്ത് പാർട്ടിയെ തന്നെ കാശ്മീരിൽ കഴിഞ്ഞ ആഴ്ചയാണ് കേന്ദ്ര സർക്കാർ നിരോധിച്ചത്. 1982 ഇത്തരത്തിൽ വിഘടനവാദികളെ നിരോധിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ജമ്മു കാശ്മീരിൽ ഉണ്ടായത് വെറും 5% വോട്ടിംഗ് മാത്രമായിരുന്നു. 2002 കൂടിയാണ് അത് അല്പമെങ്കിലും മെച്ചപ്പെട്ട് 35% മാറിയത്. ഇപ്പോൾ സമാനമായ ഒരു സാഹചര്യം വീണ്ടും കാശ്മീരിൽ രൂപപ്പെട്ടിട്ടുണ്ട്. സർക്കാരില്ല. അവിടുത്തെ വിഘടനവാദി പാർട്ടികളെ ഒന്നൊന്നായി നിരോധിച്ചു വരുന്നു കേന്ദ്ര സർക്കാർ. പലരും ഇപ്പോൾ ജയിലിനുള്ളിലാണ്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിനെതിരെയുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത ജമ്മു കാശ്മീരിലുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കണമെന്നൊരു ആവശ്യം പല പാർട്ടികളും മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുമോ ഇല്ലയോ എന്നതുകൂടി അറിയണം. ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ അത് തീയതി പ്രഖ്യാപിക്കുമോ ഇല്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. കേരളത്തിൽ നേരത്തെ എന്തായാലും ഇന്ന് വൈകിട്ടോടെ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുമെന്നുള്ള വിവരങ്ങളാണ് ദില്ലിയിൽ നിന്ന് വരുന്നത്. ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം 20 മണ്ഡലങ്ങളിലും LDFന്റെ പ്രവർത്തനം ഇന്നലെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 20 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഇപ്പോൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ LDF ആണ്. മറ്റ് രണ്ട് മുന്നണികളും ആഭ്യന്തര സംഘം കുഴപ്പത്തിലും ചെന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഫലമായി NDAക്ക് അവരുടെ സീറ്റ് വിഭജനം തന്നെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയാണ്. ദൃശ്യങ്ങളിലേക്ക്. പാർലമെന്റ് മണ്ഡലം അടിസ്ഥാനത്തിലുള്ള കൺവെൻഷനുകളെല്ലാം തന്നെ 13-ാം തീയതിയോടുകൂടി പൂർത്തീകരിക്കപ്പെടും. ചില സ്ഥലത്ത് 14-നുണ്ട്. പൊന്നാനി മണ്ഡലം 14-നാണ്. അങ്ങനെ 14-ാം തീയതിയോടുകൂടി എല്ലാ ലോകസഭാ മണ്ഡലം കമ്മിറ്റികളും രൂപീകരിക്കും. 17-ാം തീയതിയോടുകൂടി എല്ലാ അസംബ്ലി മണ്ഡലം കമ്മിറ്റികളും LDFന്റെ കമ്മിറ്റികൾ രൂപീകരിക്കപ്പെടും. 20-ാം തീയതിയോടുകൂടി LDFന്റെ ബൂത്ത് കമ്മിറ്റികളും രൂപീകരിക്കപ്പെടും. അപ്പോൾ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം തന്നെ 20-ാം തീയതി മുതൽ ആരംഭിക്കാൻ LDFന് സാധിക്കും. സ്ഥാനാർത്ഥികളുടെ വോട്ടർമാരെ കാണുന്ന പ്രവർത്തനം ഇന്നലെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. LDF തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന അടക്കമുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. ഇന്ന് മണ്ഡലം കൺവെൻഷനുകൾക്ക് തുടക്കമായിരിക്കുന്നു. പാലക്കാടായിരുന്നു ഇന്ന് ആദ്യ മണ്ഡല കൺവെൻഷൻ നടക്കുന്നത്. 14-ാം തീയതിയോടുകൂടി മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയാകുമെന്നാണ് ഇപ്പോൾ കോടിയേരി അറിയിച്ചിരിക്കുന്നത്. മറ്റ് സംഘടനാ പ്രവർത്തനങ്ങളും പടിപടിയായി പൂർത്തിയാക്കും. ഉടൻ തന്നെ പൂർത്തിയാക്കി പൂർണ്ണതോതിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് LDF സജീവമാവുകയാണ്. 17-ാം തീയതി അസംബ്ലി കമ്മിറ്റികൾ രൂപീകരിക്കും. 20-ാം തീയതിയോടുകൂടി ബൂത്ത് കമ്മിറ്റികൾ രൂപീകരിച്ച് ബൂത്ത് തല പ്രവർത്തനങ്ങൾക്കും
തുടക്കമിടും എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി കൂടി പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം LDF സ്ഥാനാർത്ഥികളെ മുഴുവൻ LDF പാനൽ പ്രഖ്യാപിച്ച ഘട്ടത്തിൽ കൂടി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ചൂട് കൂടുതൽ ഉച്ചസ്ഥായിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. വിവിധ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിൽ കേരളം രാജ്യം ഉറ്റുനോക്കിയിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കേരളവും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ KG ദിനകറിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. KG ദിനകർ, സംഘടനാ തലത്തിലുള്ള സംവിധാനങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു, തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെ കൂട്ടിച്ചേർക്കാൻ കഴിയുന്നു? ജോർജറ്റ്, LDFനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മുതൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ, മണ്ഡലം കൺവെൻഷനുകൾ ആരംഭിച്ചിരിക്കുന്നു. പാലക്കാട് ആണ് ആദ്യ കൺവെൻഷൻ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 14-നുള്ളിൽ കൺവെൻഷനുകൾ 20 മണ്ഡലങ്ങളിലെയും കൺവെൻഷനുകൾ പൂർത്തിയാക്കും. അതോടുകൂടി തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം LDF പൂർത്തിയാക്കും 14-ഓടുകൂടി. അതേസമയം UDF-ഉം BJP-യും UDF-ഉം NDA-യും ആവട്ടെ സ്ഥാനാർത്ഥികളെ പോലും പ്രഖ്യാപിച്ചിട്ടില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. 20-ാം തീയതിക്കുള്ളിൽ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾക്കും LDF രൂപം നൽകും. തെരഞ്ഞെടുപ്പ് ശക്തമായ രീതിയിൽ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഊർജിതമാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും LDF പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കിയത്. UDF-ലും NDA-യിലും അന്തഛിദ്രങ്ങൾ നടക്കുകയാണ്. സ്ഥാനാർത്ഥികളെ പോലും പ്രഖ്യാപിക്കാൻ അവർക്ക് കഴിയാത്തത് അതിൻ്റെ തെളിവാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്വാഭാവികമായും ദേശീയ രാഷ്ട്രീയം തന്നെയാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. BJP-യെ പരാജയപ്പെടുത്തുക, BJP-യെ ഒറ്റപ്പെടുത്തുക എന്നത് തന്നെയാണ് LDF ലക്ഷ്യം വയ്ക്കുന്നത്. നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്നും പുറത്താക്കുക, അതിന് പാർലമെന്റിൽ ഇടത് സാന്നിധ്യം കൂടുതൽ, ഇടതുപക്ഷ അംഗങ്ങളുടെ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്, അംഗസംഖ്യ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അത് മുൻനിർത്തിയുള്ള ശക്തമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് LDF നടത്തുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. മുൻപെങ്ങും ഇല്ലാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ സംസ്ഥാനത്ത് കഴിഞ്ഞ 3 വർഷം കൊണ്ട് നടപ്പാക്കിയത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അത് തെരഞ്ഞെടുപ്പിൽ അത് ജനങ്ങൾക്ക് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറും എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. NDA സംബന്ധിച്ചിടത്തോളം, BJP-യെ സംബന്ധിച്ചിടത്തോളം വലിയ അഴിമതിയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നടന്നത്. ആ അഴിമതിയൊക്കെ ഉയർത്തിക്കാട്ടിയാണ് LDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ മുന്നേറുന്നത്. മോദി സർക്കാരിനെ താഴെയിറക്കുക, കേന്ദ്രത്തിൽ മതനിരപേക്ഷ സർക്കാരിനെ അധികാരത്തിൽ എത്തിക്കുക, ഒപ്പം തന്നെ ലോക്സഭയിൽ LDF-ന്റെ ശക്തി വർദ്ധിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് LDF-ന്റെ പ്രചരണ പരിപാടികൾ മുന്നേറുന്നത് എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു.